ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 ഇപ്പോഴത്തെ പ്രധാന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന ആളുടെ ഫാനല്ല, അങ്ങനെ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാണ് ഓരോ ആൾക്കാരും വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. ഞാൻ ഫാനല്ല, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങും. അങ്ങനെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഫാൻ ബോയ് ഒരാൾ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഫാനൊന്നുമല്ല. അത് പറയുമ്പോഴേ നമുക്കറിയാം പുള്ളി ഫാനല്ല. കാര്യങ്ങൾ വിശദീകരിച്ചൊന്ന് പറയാൻ വന്നതാണ്. നമുക്കതൊന്ന് കേൾക്കാം. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ജാസ്മിൻ ഫാനല്ല. കേട്ടല്ലോ, ജാസ്മിൻ ഫാനല്ല, ഞാനും ജാസ്മിൻ ഫാനല്ല. പിന്നെ നമുക്ക് സംസാരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ജാസ്മിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ജാസ്മിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ജാസ്മിൻ്റെ ഫാനല്ല, അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നാണ് പുള്ളി പറയുന്നത്. ശരിയാണ്, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ്. ഞങ്ങളെല്ലാവരും 24/7 കണ്ടതാണ്. നെഗറ്റിവിറ്റിയിലൂടെ തന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയ ആളാണ്. ജാസ്മിൻ്റെ പേരിലാണ് കൂടുതൽ പേരും ഈ ഷോയെ പറ്റി പറയുന്നത്. നമ്മൾ ചോദിക്കുമല്ലോ, ബിഗ് ബോസ് കാണാറുണ്ടോ? ജാസ്മിനുള്ള ഷോ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് ചിരിച്ചുകൊണ്ടൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്കും അനുഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്താണ് മുന്നക്ക, കുന്നക്ക, അഫ്സൽക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ചോര കുടിച്ച് അവരെ വലിച്ച് കീറി അവരെ കുടുംബക്കാരെയും എല്ലാം വലിച്ച് കീറി പൈസ ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബ് ചാനലുണ്ട്. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പെൺകുട്ടിയുടെ ചോര കുടിച്ച് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിനെ എല്ലാം കൂടിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ റിവ്യൂ ചെയ്യുമ്പോൾ പിന്നെ ആളെയല്ല ഇന്ന ആളല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുമ്പോൾ ആ 24/7 എന്ത് കാണിക്കുന്നു അത് നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ പറയാറുണ്ട്. കൂടുതലും നെഗറ്റീവ് ആണല്ലോ നമുക്ക് പറയാൻ തന്നിട്ടുള്ളത് മുല്ലപ്പൂ. അപ്പോൾ പിന്നെ നമ്മൾ നെഗറ്റീവ് പറയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നെഗറ്റീവ് പറയാൻ പാടില്ല. അവിടെ നെഗറ്റീവ് കാണിച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കണം. അതാണ് നമുക്ക് തെറ്റിപ്പോയത്. യൂട്യൂബേഴ്സ് നോട്ട് ദ പോയിന്റ്. അടുത്ത പ്രാവശ്യം ഈ അബദ്ധം പറ്റരുത്. ഒരു പെൺകൊച്ച് അവരുടെ ജീവിതം അവർക്ക് എങ്ങനെയാണ് തീരുമാനിക്കാനുള്ള ഇതില്ലേ, റൈറ്റ്സ് ഇല്ലേ? ഏത് പെൺകുട്ടിക്കും അവരുടെ ജീവിതം തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് എന്താണെന്ന് കൂടി പുള്ളി പറയും. ഒരു ഭാഗത്ത് മുന്നക്ക, ഒരു ഭാഗത്ത് അഫ്സൽക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പരമാവധി വലിച്ച് കീറി അവളെ രക്തം കുടിച്ച് അവളെ ശവം തിന്ന് ജീവിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അതാണ് ഈ മുന്നേ ചോദിച്ചതിനുള്ള ഉത്തരം പുള്ളി തന്നെ പറയുന്നുണ്ട് അതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശമില്ലേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അങ്ങനെ നൽകിയതിനാലാണ് ഈ പറയുന്ന ഈ മുന്നിക്ക പിന്നിക്ക ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ അഫ്സലിക്കയുടെ കാര്യം പറയാം. ഈ അഫ്സലിക്ക ഈ മുല്ലപ്പൂ അതിനകത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും അതിനുശേഷം ബാഗ് വരെ പാക്ക് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ട് വിട്ട ഒരിക്കയാണ് ഈ പറഞ്ഞ അഫ്സലിക്ക. മോന് മനസ്സിലായോ? ഈ അഫ്സലിക്ക തിരിച്ചു കൊണ്ടുവിട്ട് വീട്ടിൽ എത്തുന്നതിന് മുമ്പേ മുല്ലപ്പൂ പറന്നുപോയി. മുല്ലപ്പൂ വാടിപ്പോയി. അതാണ് സംഭവിച്ചത്. ഇത്രയും നമ്മളെ കൊണ്ട് പറയാൻ പറ്റും. ഇനി ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കഥയായതുകൊണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 23ഉം 22ഉം വയസ്സുള്ള കൊച്ചു കൊച്ചു പെൺപിള്ളേരും പ്രായമുള്ള അമ്മച്ചിമാരും അവിടെയാണ് പിന്നെ ഒരു തെറ്റ് പറ്റിയേക്കുന്നത്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, ഈ റിവ്യൂ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കൊച്ചു കൊച്ചു പെൺപിള്ളേരായ 23 വയസ്സും അമ്മച്ചിമാരും ഒക്കെയാണ് വരുന്നത്. എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഈ 23 വയസ്സുള്ള ഈ പിഞ്ചു ബാലിക, ഈ പിഞ്ചു ബാലിക, ഈ മുല്ലപ്പൂ എന്ന് പറയുന്ന പിഞ്ചു ബാലിക ഒരു കുടുംബത്തെ മൊത്തവും നോക്കി അവരുടെ കടവും തീർത്ത് വീട്ടിൽ നല്ല രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അച്ഛന് ഫാദറിന് കാറ് വാങ്ങിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു. എന്നുവെച്ചാൽ അത്രയ്ക്ക് താഴ്ന്ന് ഒരു മിഡിലിൽ നിന്ന ഒരു ജീവിതം കുറച്ചുകൂടെ ഹൈ ആക്കി കൊടുത്തു ആണല്ലോ. അപ്പം കഴിവില്ലാഞ്ഞിട്ടല്ലല്ലോ. പിന്നെ ഈ 23 വയസ്സ് എപ്പോൾ ചോദിച്ചാലും പറഞ്ഞ 23 വയസ്സുള്ള കൊച്ചു കുഞ്ഞെന്ന്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 23 വയസ്സെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രായം തന്നെയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാം, ലൈസൻസ് എടുക്കാം. അതിൽ മുതിർന്ന ഒരു കുട്ടിയായി എന്നാണ് സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത്. 18 വയസ്സായി കഴിഞ്ഞാൽ ഒരു മുതിർന്ന ഒരാളായിട്ടാണ് മിക്കവാറും പിള്ളേരും കാണുന്നത്. പിന്നെ ഒരു 20, 23 എന്ന് പറഞ്ഞാൽ അവർക്ക് കടന്നങ്ങ് പോയി. അപ്പം 23 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊന്നുമല്ല. പിന്നെ ഈ കമൻറ്റ് ചെയ്യുന്ന 23 വയസ്സുള്ള ആൾക്കാർ അവർക്ക് ബോധമുള്ളതുകൊണ്ടും
അവരത് ആ റിവ്യൂ കണ്ട് വിവരമുള്ളത് കൊണ്ടും അവിടെ കാണിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ആയിരിക്കാം നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത്. ആരും പറഞ്ഞിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ജാസ്മിൻ ജാഫറാണെന്ന്. ഞാൻ ഒരു റിവ്യൂവറും പറയുന്നത് കേട്ടിട്ടില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ജാസ്മിൻ ജാഫറാണെന്ന്. ഇവൻ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആരും പറയാത്തത് പുള്ളി പറയുന്നുണ്ട്. ഇപ്പൊ കേട്ടോണം, ഇനി അങ്ങോട്ട് പോകും തോറും ഇവൻ ജാസ്മിനെ നെഗറ്റീവ് ആക്കാൻ ആരുടെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് വോയിസ് ഇട്ടാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും തോന്നുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ടൊരു സ്ത്രീയാണല്ലോ ഈ ജാസ്മിൻ ജാഫർ, അല്ലെ? ഇത് ഒരു യൂട്യൂബറും പറഞ്ഞിട്ടില്ല, ഒരു റിവ്യൂവറും പറഞ്ഞിട്ടില്ല ഏറ്റവും വൃത്തികെട്ട സ്ത്രീയെന്നോ ഇങ്ങനെ പറയുന്ന വാക്കുകളൊന്നും ഒരു റിവ്യൂവറും ഉപയോഗിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ നോട്ടത്തില് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ടൊരു സ്ത്രീയാണ് ജാസ്മിൻ ജാഫർ. ഇതെല്ലാം പറയുന്നത് ഇവൻ തന്നെ. ഇതൊന്നും ഒരു യൂട്യൂബറും ഒരു യൂട്യൂബർ റിവ്യൂ ചെയ്യാത്ത കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തിയുടെ സ്ത്രീ ഇന്ന ആളാണെന്ന്. സാധാരണ നമ്മൾ ഈ മുല്ലപ്പൂവിന്റെ ഫാദർ പ്രതികരിക്കും, പല കാര്യങ്ങളിലും പ്രതികരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇവനെ വേണം ആദ്യം പോയി ഇവന്റെ അടുത്ത് വേണം പ്രതികരിക്കാൻ ആദ്യം പോയിട്ട്. ഇവനാണ് ഈ വേണ്ടാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്. വേറെ സ്ത്രീകളൊന്നും തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, വേറെ എല്ലാവരും പെർഫെക്റ്റ് ആണ്. ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണ്. ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണ്, ജാസ്മിൻ ഒഴിച്ച് ബാക്കി ആരും പെർഫെക്റ്റ് അല്ല എന്നാണ് റിവ്യൂവേഴ്സ് പറയുന്നതെന്നാ പുള്ളി പറയുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ആരും വോയിസ് ചെയ്തിട്ടുണ്ടോന്ന്. അവിടെ എന്ത് നെഗറ്റിവിറ്റി കണ്ടോ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്ക് മുല്ലപ്പൂ പറന്നുപോയി എന്ന് നമുക്കറിയാം. അവിടെ കാണിച്ചത് എല്ലാവരും കണ്ടതാണ്, നമ്മളത് വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ കണ്ടവർ ആരും തന്നെ ഈ പറഞ്ഞ വേർഡുകളൊന്നും ഏതേലും വീഡിയോ ഉപയോഗിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ പുള്ളി ആദ്യമേ പറഞ്ഞു ഞാൻ ഫാൻ അല്ലെന്ന് പറഞ്ഞു. നമുക്കറിയാം അത് ഫാൻ ആണെന്നുള്ളത്. അതെല്ലാവരും ഇപ്പൊ ട്രെൻഡിങ് ആണ്. അപ്പൊ ഈ പുള്ളി തന്നെ വെളുപ്പിക്കാൻ വന്നതാണ്, പക്ഷേ വെളുത്തില്ല. മിക്കവാറും നീ ഈ പറയുന്ന പുള്ളി ഈ ജാഫറിക്കാടെ മുന്നിലങ്ങ് പോയി നിൽക്കണ്ട. എന്നുവെച്ചാൽ റിവ്യൂവറിനെ സാധാരണ യൂട്യൂബേഴ്സിനോട് ആ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ജിൻഡോയെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരുപാട് വ്യക്തികൾ ചെയ്യാൻ പാടില്ല. അതിന് കാരണമുണ്ട്, പറഞ്ഞുതരാം. ഈ ജാസ്മിനെ നെഗറ്റീവായി ചിത്രീകരിച്ച് ജിൻഡോ എന്ന് പറയുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു? ജാസ്മിനെ നെഗറ്റീവ് ആക്കിയിട്ട് നിങ്ങൾ എന്തിന് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു? അതൊന്നും ശരിയല്ല കേട്ടോ. കാണിക്കുന്ന മോശമാണ്. ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയി അടുത്ത പെണ്ണായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരാളായി ജിൻഡോ. കാരണം എന്താന്ന് വെച്ചാൽ ജിൻഡോയെ സപ്പോർട്ട് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി, ഇനി പിന്നെ വേറെ കല്യാണം കഴിക്കാൻ പോവാ. അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ല. എന്തുവാണ് ഈ പറയുന്നത്? അവൻ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആകുന്നതും ഡിവോഴ്സ് ആകാത്തതും അവരുടെ ഇഷ്ടമാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ വേറെ ആരുടെയും കൂടെ ഒന്നും പോയില്ലല്ലോ. അല്ലെങ്കിൽ അവർ മാന്യമായിട്ട് ഡിവോഴ്സ് ആയതല്ലേ. അപ്പം അവന് കല്യാണം കഴിക്കാം. ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞ മുല്ലപ്പൂവിനെയും പേഴ്സണലായിട്ട് അറിയത്തില്ല, അതിനകത്തുള്ള ആരെയും പേഴ്സണലായിട്ട് അറിയത്തില്ല. പേഴ്സണലായിട്ട് അറിഞ്ഞിട്ടാണോ മോൻ മമ്മൂട്ടിയെ, മോഹൻലാലിനെ, സച്ചിൻ ടെണ്ടുൽക്കറിനെയും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? അല്ലല്ലല്ലേ, ചീറ്റി പോയി. എന്തായാലും മറ്റൊരാളെ പരമാവധി ഡീഗ്രേഡ് ചെയ്യുന്ന ഈ ഒരു മെന്റാലിറ്റി ഇനി നിർത്താറായില്ലേ? അപ്പൊ ഒരാളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരിയാണ്. ഇതുപോലെ ഒരു മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഈ സീസൺ 6. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി ഇത്രയും ദിവസമായി ഒരു യൂട്യൂബർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇങ്ങനെ ഒരാളെ വന്ന് ഡീഗ്രേഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. യൂട്യൂബേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, അവരവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡീഗ്രേഡിങ് ആദ്യമായിട്ടാണ്. അതും കറക്റ്റ് ഈ മുല്ലപ്പൂ ഫാൻസുകാരൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് വേറൊരാളുകളുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ, ഒരു ആർമിയുടെ ലീഡർ. എന്റെ പൊന്നെ, അത് ഇതിലും വിറ്റാ. അതൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ തല തല്ലി നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കും. കമന്റുകൾ വായിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഇറിറ്റേഷൻ വന്ന് ശരിക്കും ഡിപ്രഷനിലോട്ട് പോകും. ഇവന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവൻ ഈ കമന്റുകൾ വായിച്ചിട്ട് ഇവന് ഡിപ്രഷൻ അടിക്കും. എന്നുവെച്ചാൽ മുല്ലപ്പൂവിനെതിരായിട്ട് വരുന്ന കമന്റുകൾ കണ്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുക. ഇങ്ങനെ ഡിപ്രഷൻ ഉള്ളവർ, ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്, ഡിപ്രഷൻ ഉള്ളവർ ആ ഡിപ്രഷൻ വരുന്ന സംഭവങ്ങളിലേക്കും പോകാതിരിക്കുക എന്ന് പറയും. ഇവനോട് ആരെങ്കിലും പറഞ്ഞു ആ കമന്റ് പോയി വായിക്കാൻ? എന്തായാലും അവിടെ കാണിച്ചു കൂട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് തന്നെ റിവ്യൂവേഴ്സ് പറയും. നീ എന്തിനാ അതിന്റെ കമന്റ് ബോക്സ് നോക്കാൻ പോന്നേ? രണ്ടാമത്തെ കാര്യം, നിനക്ക് ഡിപ്രഷൻ ഉണ്ടല്ലോ, നിനക്ക് ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലേ, അങ്ങനെയുള്ള ഒരാള് എന്തിനാ പിന്നെയും ആ കമന്റ് താഴോട്ട് വായിക്കാൻ പോകുന്നത്? നിനക്കറിയാലോ ഇതൊക്കെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പം ഇത് നീ ഡീഗ്രേഡിങ്ങിനായിട്ട് തന്നെ ഇറങ്ങിയതാണ്. എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇവൻ ജാഫറിക്കാടെ മുന്നിലെങ്ങും പോകാതിരിക്കുന്നതാണ് ഇവന് ഏറ്റവും നല്ലത്.
ഈ ഒരാഴ്ച മിക്കവാറും ഇവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എടുത്ത് എയറിലിട്ട് ആട്ടാനുള്ള എല്ലാ പണിയും ഈ പുള്ളി തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള കമന്റ്സുകളാണ് ഇടുന്നത്. അതും 45, 35, 40, 50 വയസ്സുള്ള അമ്മച്ചിമാരും കൊച്ചു 22, 23 വയസ്സുള്ള പെമ്പിള്ളേരും. 40, 35 വയസ്സുള്ള അമ്മച്ചിമാരും കൊച്ചു പെമ്പിള്ളേരുമാണ് കമന്റ് ഇടുന്നത്. എടോ, ഈ കാണുന്ന ആൾക്കാർ പൊട്ടന്മാരല്ല. ഈ ബീവി എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ ബിഗ് ബോസ് വളരെ പൊട്ടനാക്കുമായിരിക്കാം. പക്ഷെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവിടെ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നതും അവിടെ കാണുന്നതാണ്. ഈ പറയുന്നല്ലോ 35, 45 വയസ്സുള്ള അമ്മച്ചിമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയാണ് വന്ന് കമന്റ് ചെയ്യുന്നതെന്ന്. അവർ ആ എപ്പിസോഡ് കണ്ടാലും അവർ ആ 24/7 കണ്ടപ്പോഴും അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് അവർ വന്ന് അവിടെ കമന്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ആൾക്കാരൊന്നും നെഗറ്റീവ് നീ പറഞ്ഞ ഈ വൾഗർ കമന്റ് ഇടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ ഫേക്ക് ഐഡിയിലൊക്കെ വന്ന് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അതും യൂട്യൂബേഴ്സിന്റെ തലയിടരുത്. യൂട്യൂബേഴ്സ് ഒരു വീഡിയോ ചെയ്യും എന്നുള്ളതാണ്. അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഓരോരുത്തർക്ക് ഇപ്പൊ യൂട്യൂബേഴ്സിനെ പോയി പിടിച്ചു നിർത്താൻ പറ്റും. നീ കമന്റ് ചെയ്തതെന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളത് 23 വയസ്സുള്ള ആൾക്കാർ, 23 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാണെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടാണ് പറയുന്നത് 23 വയസ്സുള്ള കൊച്ചു പിഞ്ച് ബാലികമാണ്. 23 വയസ്സിന്റെ പക്വതയാണോ ജാസ്മീന്? ജാസ്മീൻ ഒരു കുടുംബം മൊത്തം നോക്കുന്ന ആളാ. ഇപ്പൊ പിഞ്ചു ബാലികയൊന്നുമല്ല. ഈ സമൂഹത്തെ പറ്റിയും ഈ സമൂഹത്തിൽ എന്ത് നടക്കുന്നുള്ളതും എല്ലാം അറിയാവുന്ന ഒരു പിഞ്ചു ബാലിക, അത്രേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ട് സ്ത്രീയാണല്ലോ ഈ ജാസ്മിൻ ജാഫർ. അതിലും വലിയ വൃത്തിയായിട്ട് സ്ത്രീകളില്ല അല്ലെ? ഇതൊക്കെ പറയുന്നത് നീ തന്നെ, വേറെ ആരുമല്ല. ഇതാരും ഒരു റിവ്യൂറും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്. അവളെ വലിച്ചു കീറി, അവളെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ച്, അവളെ വീട്ടുകാരെ കുറിച്ച് സംസാരിച്ച്, അവളെ ഭാവി വരനെ കുറിച്ച് സംസാരിച്ച്, മുൻകാമുകനെ കുറിച്ച് സംസാരിച്ച്. മനസ്സിലായല്ലോ? ഇതൊക്കെ റിവ്യൂവിൽ ചെയ്ത് പിന്നെയും മുന്നോട്ട് കൊണ്ടുവരുന്നത് പുള്ളി തന്നെയാണ്. അത് ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എല്ലാം യൂട്യൂബേഴ്സ് ഒന്നും അധികം സംസാരിക്കാത്ത കാര്യങ്ങളാണ്. 90% ഇതിൽ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബേഴ്സ് ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. പുള്ളി പറയുന്നു ശവമാണ്. എന്തിനാണോ ഇങ്ങനെ ശവം തിന്ന് ജീവിക്കുന്നത്? ഞാൻ കുറെ യൂട്യൂബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ശവം തിന്ന് ജീവിക്കുന്നത്? ഇപ്പൊ ശവമൊന്നും വിളിച്ച് ഇതൊന്നും യൂട്യൂബേഴ്സ് ഒന്നും വിളിക്കാത്ത കാര്യമാണ്. യൂട്യൂബേഴ്സ് ഒന്നും ഈ കാര്യങ്ങളൊന്നും ജാസ്മിനെ പറ്റി പറഞ്ഞിട്ടില്ല. ശവമാണെന്നോ ഇതാണെന്നോ എല്ലാം പറയുന്ന ഈ പുള്ളി തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ജാഫറിക്കാടെ മുന്നിൽ പോകാതിരുന്നാൽ ഇവന് കൊള്ളാം. അപ്പം ജാസ്മിൻ ശവമാണെന്ന് പുള്ളി തന്നെ സമ്മതിച്ചു. എടോ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ പുള്ളി നിന്നെ മുല്ലപ്പൂവിന്റെ ഫാദർ നിന്നെ വണ്ടി പിടിച്ച് വന്നടിക്കും. ഒരു മാന്യത വേണ്ടേ? ഇത് തന്നെയാ ചോദിക്കുന്നത്, നിനക്കൊരു മാന്യത വേണ്ടേ? നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇതിൽ പറഞ്ഞ 90% കാര്യങ്ങളും ഒരു യൂട്യൂബറും പറയാത്ത കാര്യങ്ങളാണ്. ശവമൊന്നും ഒരു യൂട്യൂബറും ആരെയും വിളിച്ചിട്ടില്ല. ഇത്രയും ഡീഗ്രേഡിങ് ഒരു യൂട്യൂബറും ചെയ്തിട്ടില്ല ജാസ്മീനെ ഞാൻ നോക്കിയിട്ട്. അവരവിടെ നടക്കുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യാറുണ്ട്. വെളിയിൽ എന്താണ് പറഞ്ഞിട്ട് പോയത് ആ കാര്യങ്ങൾ വെച്ച് റിവ്യൂ ചെയ്യുന്നു, അല്ല റിവീൽ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇത്രയും മോശമായ രീതിയിൽ ജാസ്മീനെ ഒരു യൂട്യൂബറും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം ഇപ്പം ഇവൻ തന്നെയാണ് പറയുന്നത്. ഈ പുള്ളി തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ ജാഫറിക്കാടെ മുന്നിൽ പോയാൽ ശരിക്കും ഇടിയായിരിക്കും. പുള്ളി ഇടിച്ചു പോവും ആരാണേലും. എന്ന് വെച്ചാൽ ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, കളിച്ചൊന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവൻ്റെ വക. അപ്പോൾ ഏകദേശം തീരുമാനമായെന്ന് പുള്ളിക്ക് മനസ്സിലായി കാണും. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവൻ അന്തവും കുന്തവും ഇല്ലാതെ വിളിച്ചു പറഞ്ഞതാണ്. ഈ അന്തവും കുന്തവും ഇല്ലാത്തവനൊക്കെയാണ് മുല്ലപ്പൂ ഫാൻസിലുള്ളത്. പക്ഷെ ഇവൻ ആദ്യമേ പറഞ്ഞു കേട്ടോ, ഞാൻ ഫാൻസേ അല്ലെന്ന്. ഞാനും ഫാൻസ് അല്ല, അതുകൊണ്ട് എനിക്കും പറയാമല്ലോ, ഞാൻ ആരുടെയും ഫാനല്ല. അപ്പോൾ എനിക്കതിനുള്ള മറുപടി പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.